എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് വീഡിയോ എന്ന രീതിയിലാണ് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇപ്പം ഈ ജൂലൈ 1, 2024 മുതൽ ചില ടെമ്പററി വിസയിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് ഇവിടെ സ്വിച്ച് ചെയ്യുന്നത്, ഓൺഷോർ സ്വിച്ച് ചെയ്യുന്നത് ഇവരിവിടെ നിർത്തലാക്കുകയാണ്. ഐ മീൻ ഹോം അഫയേഴ്സ്. ഓക്കെ, അപ്പം അതായത് നിങ്ങളിപ്പം പലപ്പോഴും വിസിറ്റർ വിസയിലൊക്കെ വന്ന് ചിലർ ഇവിടെ അവരുടെ സ്റ്റേ പ്രൊലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്തിരുന്നു. അപ്പം ഒരു 2023 മുതൽ ഒരു മിഡ് 2023 മുതൽ ഈ ഒരു 2024 വരെ ഏകദേശം 30,000-ഓളം ആപ്ലിക്കേഷൻസ് ആ രീതിയിൽ ഓൺഷോർ വിസിറ്റർ വിസ ടു സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻസ് ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ കണക്ക് പറയുന്നത്. അപ്പം ഈ സ്റ്റുഡൻറ്റ് വിസയിലെ പല കാര്യങ്ങളും ഈ ജെനുവിൻ ടെമ്പററി എൻട്രൻറ്റ്, അതായത് GT റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ GS റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ബൈപ്പാസ് ചെയ്യാൻ അങ്ങനെ ഈ വിസിറ്റർ വിസ ടു സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ഇവിടെ ഓൺഷോർ ചെയ്യുമ്പോൾ സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പം ഈ സ്റ്റുഡൻറ്റ് വിസയുടെ ഇൻറ്റഗ്രിറ്റി, അതായത് സ്റ്റുഡൻസ് ജെനുവിൻ ആണ് എന്ന് ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഒരു ഓപ്ഷൻ നിർത്തലാക്കുകയാണ്. ഇനി മുതൽ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് മാറാൻ വിസിറ്റർ വിസയിലുള്ളവർക്ക്, അതായത് ജൂലൈ 1, 2024 മുതൽ സാധിക്കില്ല. സോ അത് മലയാളി സ്റ്റുഡൻസ് കുറച്ച് പേരൊക്കെ ചെയ്തിരുന്നുള്ളൂ, പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. അതായത് പഞ്ചാബികളും അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള അല്ലെങ്കിൽ ആന്ധ്രാക്കാർ ഒക്കെ ഒരുപാട് പേര് ഇവിടെ വിസിറ്റർ വിസയിൽ എങ്ങനെയും വന്നിട്ട് അവർ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കിയിരുന്നു. മലയാളികൾ വളരെ കുറവാണ് അത് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എങ്കിലും ഇല്ലെന്ന് ഞാൻ പറയില്ല, ഉണ്ട്, പക്ഷേ കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് കുറവാണ്. സോ അതൊരു മേജർ അപ്ഡേറ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം അത് ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞു, സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞ് നിങ്ങൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, അതായത് സബ് ക്ലാസ് 485 വിസയിലുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയുള്ള ആളുകൾക്കും സ്റ്റുഡൻറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായത് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞു ഈ 485 വിസ അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിലുള്ള നിങ്ങളിവിടെ PR ആവുകയോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുകയോ ചെയ്യണമെന്നാണ്. സോ ഇവിടെ കുറേ പേര് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 33% ഓഫ് ദ 485 വിസ ഹോൾഡേഴ്സ് അവർ 485ൻ്റെ ടൈം പീരീഡ് കഴിയുമ്പം വേറൊരു കോഴ്സ് എടുത്ത് വീണ്ടും സ്റ്റുഡൻറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്ത് അവരുടെ സ്റ്റേ ഇവിടെ പ്രൊലോങ് ചെയ്യാൻ നോക്കിയിരുന്നു എന്നാണ് അവർ ഈ ഗാറ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഒരു ഏജൻസി ചെയ്ത ലൈക്ക് പഠനത്തിൽ തെളിയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഒരു കോഴ്സ് ഇവിടെ വന്നു, ആ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിനുള്ളിൽ തന്നെ നിങ്ങളിവിടെ PR കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടിയില്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുകയോ ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. സോ അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ നിന്ന് വീണ്ടും സ്റ്റുഡൻറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവർ നിർത്തലാക്കിയാണ്. അതും ജൂലൈ 1, 2024 മുതൽ. ഓക്കെ, അപ്പോൾ ഈ 33% കുട്ടികൾ 485 നിന്ന് വീണ്ടും സ്റ്റുഡൻറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്തിരുന്നു എന്ന ആ ഒരു കണക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഓസ്ട്രേലിയയിൽ വരുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിനും പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും അവെയർ ആയിരിക്കേണ്ട കാര്യമാണ്. ഇൻ ഡിമാൻഡ് കോഴ്സുകളും സ്കിൽ ലിസ്റ്റിലുള്ള ഒക്യുപ്പേഷൻസും എടുത്തു വരുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഇവിടെ PR കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു വാസ്തവമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ വീഡിയോസിൽ പറയുന്നത്, കോഴ്സ് സെലക്ഷനിൽ ശ്രദ്ധിക്കൂ. നിങ്ങളോട് നിങ്ങളുടെ ഏജൻസികൾ പലതും പറയും, പക്ഷേ ഡു യുവർ ഓൺ റിസർച്ച്. നിങ്ങളോട് പറയും ഈ കോഴ്സ് ചെയ്യാൻ പറ്റില്ല, ആ കോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിലോ കാണുന്ന ഇൻഫർമേഷനാണ് മോർ ഒതൻറ്റിക് ദാൻ എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടി നിങ്ങളോട് പറയണം അങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോൾ, അതേ സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ബിലീവ് ദ യൂണിവേഴ്സിറ്റി. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പലപ്പോഴും നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പറ്റിയേല എന്ന് ഏജൻസി പറഞ്ഞു, പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻസ് എടുത്തിട്ട് ഇവിടെ വരുന്നവരുണ്ട്. അതേ സമയത്ത് അത് മറ്റേ ഏജൻസികളോ അല്ലെങ്കിൽ വേറെ ഒരു തേർഡ് പാർട്ടി പറയുന്നത് വിശ്വസിച്ചിട്ട് പൊട്ട കോഴ്സിലെടുത്ത് വരുന്ന മനുഷ്യരുമുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ നോക്കുക, നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. PR കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഇവിടുത്തെ സ്കിൽ ലിസ്റ്റുമായിട്ട് അലൈൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന കോഴ്സിൻ്റെ ഔട്ട്കം, കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കരിയർ ഔട്ട്കവും ഇവിടുത്തെ ഒക്യുപ്പേഷൻ ലിസ്റ്റുമായിട്ട് ഒരു സിങ്ക് വേണം. എങ്കിൽ മാത്രമേ ഓസ്ട്രേലിയയിൽ ഇമിഗ്രേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള കോഴ്സിൽ എടുത്ത് വരിക. അങ്ങനെ ഓപ്ഷൻസ് ഇല്ലാത്തവർ നിങ്ങൾ ആലോചിക്കുക, 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ മുടക്കണം കേട്ടോ. അതൊരു ഇതാണ്. ഞാൻ എല്ലാവരോടും ഓസ്ട്രേലിയക്ക് പഠിക്കാൻ വരാൻ റെക്കമെൻഡ് ചെയ്യില്ല.
സ്കിൽ ലിസ്റ്റിലുള്ള ഒക്യുപ്പേഷൻസ് എടുത്തു വരാൻ പറ്റുന്നവർ മാത്രം വരുന്നതായിരിക്കും. PR കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബെറ്റർ. ഇവിടെ പഠിക്കാൻ വരാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഏത് കോഴ്സ് എടുത്താലും കുഴപ്പമില്ല. നല്ല യൂണിവേഴ്സിറ്റികളിൽ നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല യൂണിവേഴ്സിറ്റികളിൽ വന്നാൽ അതിനകത്തും ചില പൊട്ട യൂണിവേഴ്സിറ്റികളുണ്ട്. യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, ചില കോളേജുകളൊക്കെ ഉണ്ട്. മറ്റേ തുക്കട കോളേജുകൾ, ചെറിയ മറ്റേ ഈ പെട്ടിക്കട സെറ്റപ്പിലുള്ള കോളേജസും ഇവിടെയുണ്ട്. സോ നിങ്ങൾ വരുമ്പം നല്ല യൂണിവേഴ്സിറ്റികളിൽ എടുത്ത് വരികയാണെങ്കിൽ ആ ഒരു സ്റ്റഡിങ് എക്സ്പീരിയൻസും ബെറ്റർ ആയിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് ടൈം എത്രയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. പലരും ലോഡ് ചെയ്തൊരു ആപ്ലിക്കേഷൻ അപ്രൂവ് ആവാത്ത കുറേ കേസുകൾ കേൾക്കുന്നുണ്ട്. അതായത് ഈ ജൂലൈ ഇൻടേക്കിലേക്കൊക്കെ. അപ്പം ഏകദേശം ഇപ്പം 60 ദിവസത്തിന് മേലെ എടുക്കുന്നുണ്ടെന്നാണ് പലരുടെയും ഔട്ട്കം വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് കേട്ടോ. അത് എനിക്ക് സ്പെസിഫിക് ആയിട്ട് അറിയത്തില്ല. എന്നോട് പറഞ്ഞ എനിക്ക് കോൺടാക്റ്റുള്ള കുറേ പേർക്കൊക്കെ 60 ഡേയ്സ് അറൗണ്ട് എടുത്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ് വിസ ഇപ്പോൾ അപ്രൂവ് ആകാൻ. ഇപ്പം ഈ ഓട്ടോ ഗ്രാൻഡ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പം വളരെ കുറവായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഓട്ടോ ഗ്രാൻഡ്, അതായത് സ്റ്റുഡൻറ്റ് വിസ വെച്ചാൽ 10 മിനിറ്റിനുള്ളിൽ വിസ അപ്രൂവ് ആകുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. ഇവർ കുറേയും കൂടെ GS റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞപ്പം ഇവർ കുറേയും കൂടെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതൊക്കെയാണ് നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, കോഴ്സ് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും പറ്റിയ കോഴ്സുകൾ, PR കിട്ടാൻ പറ്റിയ കോഴ്സുകൾ ഓസ്ട്രേലിയയിൽ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു കോഴ്സ് സെലക്ഷന് നന്നായി ഹെൽപ്പ് ചെയ്യാനുള്ള പറ്റുന്ന ആളുകളുടെ ഉപദേശം സ്വീകരിക്കുക. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ എത്ര റിസർച്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും PR കിട്ടാനുള്ള ഓപ്ഷൻ ഓസ്ട്രേലിയയിൽ കറൻ്റ്ലി ഇല്ല. അതൊരു ബിറ്റർ ട്രൂത്താണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഇവനൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടന്ന് വിളിച്ച് പറയുകയാണെന്ന്. അങ്ങനെയല്ല, അതൊരു ബിറ്റർ ട്രൂത്ത് തന്നെയാണ്. എല്ലാവർക്കും PR കിട്ടാനുള്ള ഓപ്ഷൻസ് കറൻ്റ്ലി ഓസ്ട്രേലിയയിൽ ഇല്ല. വളരെ ലിമിറ്റഡ് സ്പോട്ട്സ് ആണ് ഇപ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കാം, ഈ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു 189 ഒരു വിസയുടെ ഒരു ഇൻവിറ്റേഷൻ റൗണ്ട് ഈ ജൂൺ 13 കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അവൻ്റെ അകത്ത് റിക്വയർമെൻറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസിലൊക്കെ ഏകദേശം 95 പോയിൻറ്റ്സ് വരെയൊക്കെയാണ് ഇവർ വേണ്ടി വന്നത് ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം അക്കൗണ്ടൻറ്റിന് 95, ജനറൽ അക്കൗണ്ടൻറ്റിന് 100 പോയിൻറ്റ്സ്, പിന്നെ ഈ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് 100 പോയിൻറ്റ്സ്, ബിസിനസ് അനലിസ്റ്റ് 95 പോയിൻറ്റ്സ്, പിന്നെ ഈ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് എല്ലാം തന്നെ ഒരു 95 പോയിൻറ്റ്സ് അറൗണ്ട്. പിന്നെ കുറേ ട്രേഡ് ഒക്യുപ്പേഷൻസ്, പെയിൻറ്റർ, ടൈലർ, അങ്ങനെയുള്ള ഒക്യുപ്പേഷൻസൊക്കെ 65 പോയിട്ടുണ്ട്. മോട്ടോർ മെക്കാനിക്സ് 75 പോയിൻറ്റ്സ്, RNs രജിസ്റ്റേർഡ് നഴ്സ് 80 പോയിൻ്റൊക്കെ വേണ്ടി വന്നു ഇൻവിറ്റേഷൻ കിട്ടാൻ. ഫിസിയോസ് 85, സോഷ്യൽ വർക്കേഴ്സിന് 70-75 പോയിൻറ്റ്സ് വേണ്ടി വന്നു. സോ ബേസിക്കലി ഇറ്റ്സ് ഗെറ്റിംഗ് വെരി കോമ്പറ്റേറ്റീവ്. അപ്പം നിങ്ങളുടെ പ്രൊഫൈല് ഈ കോഴ്സ് ഔട്ട്കം അല്ലെങ്കിൽ കോഴ്സ് കഴിയുമ്പം എങ്ങനെയായിരിക്കും എന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് വരിക. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു മൈഗ്രേഷൻ കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ മൈഗ്രേഷൻ ഏജൻറ്റ് ആയിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുക. നിങ്ങൾ ഒരു കോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഔട്ട്കം എന്ന്, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പോസിബിലിറ്റീസ് എന്ന് കുറേയും കൂടെ ബെറ്ററായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഏജൻറ്റായിരിക്കും. ഓക്കെ, അവർക്ക് ഇത് നോക്കുമ്പം സ്റ്റഡി പ്രോഗ്രാമുകളെ പറ്റിയും എഡ്യൂക്കേഷനെ പറ്റിയും മൈഗ്രേഷനെ പറ്റിയും രണ്ടിനെ പറ്റിയും വിവരമുള്ള ഏജൻസിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ കുറേയും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.